ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ഓക്കെ, സോ നമ്മൾ എപ്പോഴും MCQs ആയിട്ട് ഒരു ബന്ധം വേണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് പ്രോസസ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം ഇസ് നോൺ ആസ്. ഇത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ഒരു യൂണിറ്റ് ടൈം എടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റ് ടൈമിൽ എത്ര നമ്പർ ഓഫ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് പറയുന്ന പേര് ത്രൂപുട്ട് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിനും ത്രൂപുട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എന്താണ് എത്ര എണ്ണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര വർക്ക് ചെയ്യുന്നു, അതൊക്കെ തന്നെയാണ് ഒരു യൂണിറ്റ് ടൈമിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനാണ് നമ്മൾ ത്രൂപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെയും അതേ സംഭവം തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് എൻട്രി ഓഫ് ഓൾ PCBs ഓഫ് ദ കറന്റ് പ്രോസസ് ഈസ് ഇൻ. അതായത് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. നമ്മൾ പറഞ്ഞു പ്രോസസ്സ് ഉണ്ട് അല്ലെ, നമുക്ക് ആ പ്രോസസ്സ് നമ്മൾ പ്രോഗ്രാം മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സായി മാറുന്നുണ്ട് അല്ലെ. അപ്പോൾ ആക്ച്വലി ഓരോ പ്രോസസ്സിനും ഓരോ പ്രോസസ് ടേബിൾ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ പ്രോസസ് ടേബിൾ അല്ല ഉണ്ടാവുക, ഓരോ പ്രോസസ്സിനും ഓരോ ഇൻഡിവിജ്വൽ പ്രോസസ്സിനും ഓരോ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഉണ്ടാവും. ഓക്കെ, പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഉണ്ടാവും. സോ ഇതിന്റെ ഓരോ പ്രോസസ്സുകളുടെയും അപ്പൊ കറണ്ട് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പ്രോസസ്സ് മാത്രമല്ലല്ലോ, കുറേ പ്രോസസ്സുകൾ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവില്ലേ. അപ്പൊ ആ എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിന്റെയും പ്രോസസ് കൺട്രോൾ ബ്ലോക്കിന്റെ എൻട്രി അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സിന്റെയും PCBസിന്റെ എൻട്രീസ് നമ്മൾ എൻറ്റർ ചെയ്ത് വെക്കുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ പ്രോസസ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മൾക്കൊരു മെയിൻ മെമ്മറി ഉണ്ട്, അതിനു മുന്നേ നമ്മൾ സെക്കൻഡറി മെമ്മറി ഉണ്ട്. സെക്കൻഡറി മെമ്മറിയിൽ നിന്നാണ് നമ്മൾ പ്രോഗ്രാമിന് എടുത്തുകൊണ്ടുവന്ന് മെയിൻ മെമ്മറിയിലോട്ട് വെക്കുന്നത്. പിന്നെ ഏകദേശം എല്ലാ സ്റ്റേറ്റ്സും നമ്മൾ മെയിൻ മെമ്മറിയിലാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ നമുക്ക് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, നമ്പർ ഓഫ് പ്രോസസ് ഇൻ മെയിൻ മെമ്മറി. ഈ മെയിൻ മെമ്മറിയിൽ എത്ര നമ്പർ ഓഫ് പ്രോസസ് ഉണ്ടോ അതിനാണ് നമ്മൾ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സോ മെയിൻ മെമ്മറിയിലുള്ള നമ്പർ ഓഫ് പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. when the process issues an input output request. നമുക്കറിയാം ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് വരും എന്നുള്ള കാര്യം അല്ലെ. നമ്മൾ നമ്മൾ പ്രോസസ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്തായാലും എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ടാവും. ഇൻപുട്ട് ദ വാല്യൂ ഫോർ n അങ്ങനെയൊക്കെ ചോദിച്ചു കണ്ടിട്ടില്ലേ. സോ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു IO റിക്വസ്റ്റ് വരും. അങ്ങനെ IO റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ നമ്മൾ എന്താ ചെയ്യുക, ഒരു വെയിറ്റ് ഓർ ബ്ലോക്ക് എന്നുള്ള ഒരു സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകും. സോ അവിടെ ആക്ച്വലി ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യൂവിലാണ് ഈ പ്രോസസ്സ് പിന്നെ നിൽക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യൂവിലാണ് അത് നിൽക്കുന്നത്. ഓക്കെ, the only state transition that is initiated by user process itself is dash. അതായത് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സുകളെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയ അടുത്തത് കംപ്ലീറ്റ് ആയ അടുത്തതിലോട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവാണ്. പക്ഷെ യൂസർ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ആണ്. കാരണം എന്താണ്, ബ്ലോക്കിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് വേണം. ആ ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് എന്ന് പറയുന്നത് OSന്റെ കയ്യിലല്ല ഉള്ളത് അല്ലെ, നമ്മളാണ് അത് വരുത്തി തീർക്കുന്നത് അല്ലെങ്കിൽ അത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ആക്ച്വലി ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നമ്മളുടെ യൂസർ പ്രോസസ് ആണ്. അതുകൊണ്ടാണ് ബ്ലോക്കിന് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, യൂസർ പ്രോസസ് ഇറ്റ്സെൽഫ് ആണ് അതിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് ഇൻ എ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം when the time slot given to a process is completed the process goes from running state to dash.
നമുക്കറിയാം ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? റൗണ്ട് റോബിൻ ആയിരിക്കും. നമ്മളത് വഴിയെ കാണും. റൗണ്ട് റോബിനിൽ നമ്മൾ ടൈം സ്ലൈസ് ആണ് ഉപയോഗിക്കുക. ആ ടൈം സ്ലൈസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യില്ല അടുത്ത പ്രോസസ്സ് വരാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെയാണ് നമ്മൾ റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് റണ്ണിങ്ങിൽ നിന്നും റെഡി സ്റ്റേറ്റിലോട്ടാണ് ആ ഒരു സമയത്ത് ആ ഒരു പ്രോസസ്സ് പോകുന്നത്. ഓക്കെ. Next question. Suppose that process is in blocked state, waiting for some input-output service. When the service is completed, it goes to dash. നമുക്കറിയാം ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ വരുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് വരുമ്പോഴാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ബ്ലോക്ക്ഡിൽ എത്തിക്കഴിഞ്ഞു, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സർവീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? റെഡി സ്റ്റേറ്റിലോട്ട് പോകും അല്ലേ? സോ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Next, which of the following does not interrupt a running process? അത് ഷെഡ്യൂളർ പ്രോസസ് ആണ് കേട്ടോ. കാരണം നമ്മൾ അത് ഒരു പ്രോസസ് ആയതുകൊണ്ട്, നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പറയാ എന്തെങ്കിലും അതെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വർക്കിന്റെ ഫ്ലോനെ നഷ്ടപ്പെടുത്തുന്നില്ല. ഒരു റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെ ഇടയ്ക്ക് വെച്ച് വിളിക്കണമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെ ഒരു ഡിസ്റ്റർബൻസും വരാത്ത കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു റണ്ണിങ് പ്രോസസ്സിന് ഒരിക്കലും ഷെഡ്യൂളർ പ്രോസസ്സിന് ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇത്രയാണ് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള MCQs കണ്ടത്. ഇനി എല്ലാ സെഷനിലും കുറച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ MCQs ഇറക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ദെൻ, താങ്ക് യു.